ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധീൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. സ്വസ്ഥ നാരി സശക്ത് പരിവാർ അഭിയാനും രാഷ്ട്രീയ പോഷൺ മാസാചരണത്തിനും തുടക്കം കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 2 ആഴ്ചയ്ക്കുള്ളിൽ രാജ്യത്ത് 1 ലക്ഷം ആരോഗ്യ ക്യാമ്പുകൾ സംഘടിപ്പിക്കും. പുതിയ GST പരിഷ്കാരങ്ങളിലൂടെ 2 ലക്ഷം കോടിയോളം രൂപയുടെ ലാഭം പൊതുജനങ്ങൾക്ക് ലഭിക്കുമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. ശുചിത്വ അവബോധം ലക്ഷ്യമിട്ടുള്ള സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിന്റെ 9ാം പതിപ്പിന് രാജ്യത്ത് തുടക്കമായി. അമീബിക് മസ്തിഷ്ക ജ്വരം കേരളത്തിന്റെ ആരോഗ്യ മേഖലയിൽ സൃഷ്ടിക്കുന്ന പ്രതിസന്ധി സംബന്ധിച്ച ഉപക്ഷേപം നിയമസഭ ചർച്ച ചെയ്ത് തള്ളി. ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് അനുമതി നൽകിയ ഹൈക്കോടതി ഉത്തരവിൽ ഇടപെടാൻ കഴിയില്ലെന്ന് സുപ്രീം കോടതി. ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് ജാവലിൻ ത്രോ ഫൈനലിൽ പ്രവേശിച്ച് ഇന്ത്യയുടെ നീരജ് ചോപ്ര. വാർത്തകൾ വിശദമായി. രാഷ്ട്രപുരോഗതിയുടെ ചാലക ശക്തികളാണ് സ്ത്രീകളെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മധ്യപ്രദേശിലെ ധാറിൽ സ്വസ്ഥ നാരി സശക്ത് പരിവാർ അഭിയാനും 8ാമത് രാഷ്ട്രീയ പോഷൺ മാസാചരണത്തിനും തുടക്കം കുറിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. സ്ത്രീകൾക്കും കുട്ടികൾക്കുമായി രാജ്യത്തെ ആരോഗ്യ കേന്ദ്രങ്ങളിൽ 1 ലക്ഷത്തിലധികം ആരോഗ്യ ക്യാമ്പുകൾ ഇതോടനുബന്ധിച്ച് അടുത്ത 2 ആഴ്ചയ്ക്കിടെ സംഘടിപ്പിക്കും. വിളർച്ച, ക്ഷയരോഗം, മറ്റ് രോഗങ്ങൾ എന്നിവ തുടക്കത്തിലെ കണ്ടെത്തുന്നതിനും മാതൃ ശിശുക്ഷേമം ഉറപ്പുവരുത്തുന്നതിനും ഇതിലൂടെ സാധിക്കും. ക്യാമ്പിലെത്തുന്ന സ്ത്രീകൾക്ക് ചികിത്സയും മരുന്നും സൗജന്യമായിരിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഗോത്രവർഗ മേഖലകൾ കേന്ദ്രീകരിച്ചുള്ള ആദ്യ സേവാ പർവിനും പ്രധാനമന്ത്രി ചടങ്ങിൽ തുടക്കം കുറിച്ചു. ധാർ ജില്ലയിലെ ഭൈൻസോല ഗ്രാമത്തിൽ സ്ഥാപിതമാകുന്ന രാജ്യത്തെ ആദ്യ PM മിത്ര പാർക്കിന്റെ ശിലാസ്ഥാപനവും പ്രധാനമന്ത്രി നിർവഹിച്ചു. സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിൻ 9ാം പതിപ്പിന് രാജ്യത്ത് തുടക്കമായി. 15 ദിവസം നടക്കുന്ന ക്യാമ്പയിൻ ഗാന്ധി ജയന്തി ദിനമായ ഒക്ടോബർ 2 വരെ നീണ്ടുനിൽക്കും. ക്യാമ്പയിനിലൂടെ ശുചിത്വം, മാലിന്യ സംസ്കരണം തുടങ്ങിയവയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുകയാണ് ലക്ഷ്യമിടുന്നത്. ഇതിന്റെ ഭാഗമായി രാജ്യത്തുടനീളം ശുചിത്വ യജ്ഞങ്ങൾ സംഘടിപ്പിക്കും. ശുചിത്വോത്സവം എന്ന പേരിൽ കേരളത്തിൽ നടത്തുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഗ്രാമപഞ്ചായത്തുകളിലും നഗരസഭകളിലും മാലിന്യം കൂടിക്കിടക്കുന്ന സ്ഥലങ്ങൾ കണ്ടെത്തി വൃത്തിയാക്കും. പുതിയ GST പരിഷ്കാരങ്ങളിലെ നികുതി ഭാരം കുറയ്ക്കുന്ന നടപടി സാധാരണക്കാർക്ക് പ്രയോജനകരമാകുമെന്ന് കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ. ഏകദേശം 2 ലക്ഷം കോടി രൂപയുടെ ലാഭം പൊതുജനങ്ങൾക്കുണ്ടാകുമെന്നും ധനമന്ത്രി പറഞ്ഞു. വിശാഖപട്ടണത്ത് നടന്ന GST പരിഷ്കാരങ്ങളെക്കുറിച്ചുള്ള പൊതുജനാഭിപ്രായ പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു കേന്ദ്രമന്ത്രി. 5%, 18% എന്നിങ്ങനെയുള്ള 2 സ്ലാബ് നികുതി സമ്പ്രദായം ജനങ്ങളുടെ ജീവിത നിലവാര ചെലവുകളെ ലഘൂകരിക്കുമെന്ന് ശ്രീമതി സീതാരാമൻ പറഞ്ഞു. രാജ്യത്തുടനീളമുള്ള സാധാരണക്കാരുടെ വാങ്ങൽ ശേഷി വർദ്ധിപ്പിക്കുകയും കൂടാതെ ദരിദ്രർക്കും മധ്യവർഗത്തിനും വലിയ അളവിൽ പ്രയോജനം ചെയ്യുമെന്നും ധനമന്ത്രി വ്യക്തമാക്കി. പൊതുസേവനവും സദ്ഭരണവും മുഖമുദ്രയാക്കിയാണ് കഴിഞ്ഞ 11 വർഷമായി കേന്ദ്ര സർക്കാർ മുന്നോട്ടു പോകുന്നത്. ആകാശവാണി അവതരിപ്പിക്കുന്ന പ്രത്യേക പരമ്പര സേവാ പർവിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെക്കുറിച്ച് പ്രമുഖ മാധ്യമ പ്രവർത്തകൻ ശ്രീ ശേഖർ ഗുപ്ത സംസാരിക്കുന്നു. സ്വപ്രയത്നം കൊണ്ട് ഉയർന്നുവന്ന രാഷ്ട്രീയക്കാരുടെ ഗണത്തിൽപ്പെടുന്ന നേതാവാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെന്ന് ശ്രീ ശേഖർ ഗുപ്ത അഭിപ്രായപ്പെട്ടു. इस जनरेशन में, इस पीढ़ी में मोदी जी सेल्फ मेड नेताओं में से एक हैं और उन्होंने अपनी राजनीति को 2001-2 से बिल्ड करना शुरू किया और उसको लगे 10-12 साल. ये सब अगर आप एडप्ट करें तो वो एक यूनिक फिनोमिनन है भारतीय पॉलिटिक्स. കുടുംബ സാമുദായിക പശ്ചാത്തലത്തിൽ നിന്നും രാഷ്ട്രീയത്തിലേക്ക് വന്ന നേതാക്കളിൽ നിന്ന് വിഭിന്നമായി ആദർശ പ്രത്യയശാസ്ത്രത്തിൽ ഊന്നി പ്രവർത്തിക്കുന്ന നേതാവാണ് മോദിയെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. എഴുപത്തിയഞ്ചാം ജന്മദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ആശംസകൾ നേർന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമുവും ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ള പ്രമുഖർ. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉൾപ്പെടെയുള്ള ലോക നേതാക്കളും പ്രധാനമന്ത്രിക്ക് ജന്മദിനാശംസകൾ നേർന്നു. ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്, ഡൊമിനിക്കൻ റിപ്പബ്ലിക്, ഭൂട്ടാൻ തുടങ്ങിയ രാജ്യങ്ങളിലെ പ്രധാനമന്ത്രിമാരും ഗയാന പ്രസിഡന്റും ആശംസകൾ നേർന്ന നേതാക്കളിൽ ഉൾപ്പെടുന്നു. ആശംസകൾ നേർന്നവർക്ക് ശ്രീ മോദി സമൂഹമാധ്യമത്തിലൂടെ നന്ദി അറിയിച്ചു. ദേശീയ അവാർഡ് നേടിയ ചലച്ചിത്രം ചലോ ജീത്തെ ഹൈ രാജ്യവ്യാപകമായി റിലീസ് ചെയ്തു. ഇന്നു മുതൽ ഒക്ടോബർ 2 വരെ
പ്രത്യേക പുനഃപ്രദർശനം ഉണ്ടാകും. സ്വാമി വിവേകാനന്ദന്റെ തത്വചിന്ത വ്യക്തമാക്കുന്ന ചലച്ചിത്രം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ബാല്യകാലത്തെ പ്രമേയമാക്കിയാണ് ഒരുക്കിയിട്ടുള്ളത്. 2018 ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ കണ്ട ഷോർട്ട് ഫിലിമാണിത്. തിരുവനന്തപുരത്ത് പേരൂർക്കട PM ശ്രീ കേന്ദ്രീയ വിദ്യാലയത്തിൽ വിദ്യാർത്ഥികൾക്കായി ഷോർട്ട് ഫിലിമിന്റെ പ്രദർശനം നടന്നു. രാജ്യത്തെ വിവിധ സ്കൂളുകളിലും 500ഓളം സിനിമാശാലകളിലും ചിത്രം പ്രദർശിപ്പിക്കും. സേവാപർവിനോടനുബന്ധിച്ച് ദൂരദർശനിലൂടെ പ്രത്യേക പരിപാടികളുടെ പരമ്പരയ്ക്ക് കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രി അശ്വിനി വൈഷ്ണവ് തുടക്കം കുറിച്ചു. 3 ഡോക്യുമെന്ററികളും ഒരു ഫീച്ചർ ഷോയും അദ്ദേഹം പുറത്തിറക്കി. ആകാശവാണിയുടെ ദേശീയ പ്രാദേശിക ചാനലുകളിലും സേവാപർവിന്റെ ഭാഗമായി പ്രത്യേക പരിപാടികൾ പ്രക്ഷേപണം ചെയ്യുന്നുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്. കഴിഞ്ഞ 11 വർഷത്തിനിടെ സർക്കാർ 25 കോടി പാവപ്പെട്ടവരെ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറ്റിയതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഇക്കാലയളവിൽ രാജ്യം കൂടുതൽ സുരക്ഷിതമായതായും സമ്പദ് വ്യവസ്ഥ കൂടുതൽ ശക്തമായതായും അദ്ദേഹം പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്ന സേവാ പഖ്വാഡ പരിപാടിക്ക് കീഴിൽ 1600 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. 2014 അധികാരമേറ്റതു മുതൽ രാജ്യത്തെ 60 കോടി ജനങ്ങൾക്ക് ജീവിത സൌകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുള്ള സൌകര്യങ്ങൾ केंद्र सरकार ലഭ്യമാക്കിയതായും ശ്രീ അമിത്ഷാ വ്യക്തമാക്കി. 11 साल में मोदी जी ने 60 करोड़ गरीबों को न केवल सुविधाएं दी, उसमें से 25 करोड़ गरीबों को गरीबी रेखा से बाहर लाने का काम किया. 25 करोड़ लोग गरीबी की रेखा के ऊपर उठा लेना और 60 करोड़ गरीबों के जीवन में प्राथमिक सुविधाएं देना, ये बहुत बड़ा प्रयत्न है और बहुत बड़ा संकल्प भी है. ഈ മാസം 20 പമ്പയുടെ തീരത്ത് ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കാൻ അനുവാദം നൽകിയ കേരള ഹൈക്കോടതി വിധിയിൽ ഇടപെടാൻ വിസമ്മതിച്ച് സുപ്രീം കോടതി. ചില നിബന്ധനകളോടെ അയ്യപ്പ സംഗമം സംഘടിപ്പിക്കാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് അനുമതി നൽകിയ വിധിക്കെതിരെ സമർപ്പിച്ച 3 ഹർജികൾ ജസ്റ്റിസ് PS നരസിംഹ ഉൾപ്പെട്ട ബെഞ്ചാണ് പരിഗണിച്ചത്. ഹൈക്കോടതിയുടെ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണമെന്നും പരമോന്നത കോടതി നിർദ്ദേശം നൽകി. അമീബിക് മസ്തിഷ്ക ജ്വരം കേരളത്തിന്റെ ആരോഗ്യ മേഖലയിൽ സൃഷ്ടിക്കുന്ന പ്രതിസന്ധികൾ സംബന്ധിച്ച പ്രതിപക്ഷത്തിന്റെ ഉപക്ഷേപം നിയമസഭ ചർച്ച ചെയ്ത് തള്ളി. രോഗവ്യാപനം തടയാൻ കഴിയാതെ ആരോഗ്യവകുപ്പ് ഇരുട്ടിൽ തപ്പുകയാണെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ വിമർശനം. എന്നാൽ രോഗബാധിതരുടെ ജീവൻ രക്ഷിക്കാൻ സർക്കാർ വലിയ തോതിലുള്ള ഇടപെടൽ നടത്തുന്നതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു. ജപ്പാനിൽ നടക്കുന്ന ലോക അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് ജാവലിൻ ത്രോയിൽ ഫൈനലിൽ കടന്ന് ഇന്ത്യൻ താരം നീരജ് ചോപ്ര. ആദ്യ ശ്രമത്തിൽ 84.85 മീറ്റർ ദൂരമെറിഞ്ഞാണ് നീരജ് ചോപ്ര ഫൈനലിലേക്ക് യോഗ്യത നേടിയത്. വെള്ളിയാഴ്ച നടക്കുന്ന വനിതാ യോഗ്യതാ റൌണ്ടിൽ ഏഷ്യൻ ഗെയിംസ് സ്വർണ്ണ മെഡൽ ജേതാവ് അനു റാണി മത്സരിക്കും. ആഗോള പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ അതിവേഗം വളരുകയാണെന്ന് റിപ്പോർട്ട്. ഈ സാമ്പത്തിക വർഷം രാജ്യത്തിന്റെ GDP 6.5% വളർച്ച കൈവരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി അമേരിക്കൻ ക്രെഡിറ്റ് ആൻഡ് റേറ്റിംഗ് ഏജൻസിയായ സ്റ്റാൻഡേർഡ് ആൻഡ് പുവേഴ്സ് വിലയിരുത്തി. ആഗോള വ്യാപാരത്തിൽ ഇന്ത്യയുടെ പങ്ക് വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്നും ഇത് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും ഏജൻസി പുറത്തിറക്കിയ റിപ്പോർട്ടിൽ പറയുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ലക്ഷ്യം വികസിത ഭാരതമെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. കേന്ദ്ര സർക്കാരിന്റെ ക്ഷേമ പദ്ധതികളും സേവനങ്ങളും കേരളത്തിലെ ജനങ്ങൾക്ക് ലഭ്യമാക്കുന്ന മീറ്റ് ദ ലീഡർ പരിപാടി തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേരളത്തിന്റെ വികസനത്തിന് ഒറ്റക്കെട്ടായി മുന്നോട്ടു പോകണമെന്ന് അദ്ദേഹം പറഞ്ഞു. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. തൃശൂർ മുൻ ആർച്ച് ബിഷപ്പ് ജേക്കബ് തൊങ്കുഴി കാലം ചെയ്തു. 93 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഹരിതചട്ടം പാലിച്ചും പരിസ്ഥിതി സൌഹൃദമായും നടത്താൻ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിളിച്ചു ചേർത്ത യോഗത്തിൽ തീരുമാനം. തദ്ദേശ സ്വയംഭരണ വകുപ്പിലെ വിവിധ ഏജൻസികളുടെ യോഗത്തിൽ ഇത് സംബന്ധിച്ച കർമ്മ പരിപാടിക്കും രൂപം നൽകി. പ്രധാന വാർത്തകൾ വീണ്ടും. സ്വസ്ഥ നാരി സശക്ത് പരിവാർ അഭിയാനും രാഷ്ട്രീയ പോഷൻ മാസാചരണത്തിനും തുടക്കം കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 2 ആഴ്ചയ്ക്കുള്ളിൽ രാജ്യത്ത് 1 ലക്ഷം ആരോഗ്യ ക്യാമ്പുകൾ സംഘടിപ്പിക്കും. പുതിയ GST പരിഷ്കാരങ്ങളിലൂടെ 2 ലക്ഷം കോടിയോളം രൂപയുടെ ലാഭം പൊതുജനങ്ങൾക്ക് ലഭിക്കുമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. ശുചിത്വ അവബോധം ലക്ഷ്യമിട്ടുള്ള സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിന്റെ 9ാം പതിപ്പിന് രാജ്യത്ത് തുടക്കമായി.
അമീബിക് മസ്തിഷ്ക ജ്വരം കേരളത്തിന്റെ ആരോഗ്യ മേഖലയിൽ സൃഷ്ടിക്കുന്ന പ്രതിസന്ധി സംബന്ധിച്ച ഉപക്ഷേപം നിയമസഭ ചർച്ച ചെയ്ത് തള്ളി. ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് അനുമതി നൽകിയ ഹൈക്കോടതി ഉത്തരവിൽ ഇടപെടാൻ കഴിയില്ലെന്ന് സുപ്രീം കോടതി. ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് ജാവലിൻ ത്രോ ഫൈനലിൽ പ്രവേശിച്ച ഇന്ത്യയുടെ നീരജ് ചോപ്ര. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.